ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. നമ്മളിത് ഗോതമ്പ് പൊടി വെച്ചാണ് ഉണ്ടാക്കുന്നത്. മഴയുള്ള സമയങ്ങളിൽ ഇതും അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ഇനി എരിവൊക്കെ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ്. മല്ലിയില ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പകരം നമുക്ക് കറിവേപ്പില ചെറുതായിട്ടൊരു 3-4 എണ്ണം അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ട് വരാനായിട്ട് 2 ടീസ്പൂൺ റവ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എണ്ണയും അതുപോലെ റവയും ചില്ലി ഫ്ലേക്സും എല്ലാം നല്ല രീതിയിൽ നമ്മുടെ പൊടിയിലേക്ക് മിക്സ് ആവുന്ന രീതിയിൽ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടിയിൽ നിന്നും ഒരു 3 ടീസ്പൂൺ പൊടി ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത് നമുക്ക് പിന്നീട് ആവശ്യമായിട്ട് വരും. ഇനി ബാക്കിയുള്ള പൊടിയിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം. ഞാനിത് പച്ചവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ അതാണ്ട് നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് മയപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 3 ഉരുളക്കിഴങ്ങാണ്. അത് ഞാനൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴേ ഇതിനകത്ത് കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ ചെറിയ ജീരകം ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർക്കുമ്പോഴേ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് ചേർത്തെടുക്കണം. ഉപ്പ് നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൽ ഒട്ടും കട്ടയില്ലാതെ വേണം ചെയ്തെടുക്കാനായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് പൊടി മാറ്റിയിരുന്നല്ലോ, അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ട് തന്നെ, ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ ഇതേ രീതിയിൽ കുറച്ച് ലൂസായിട്ട് തന്നെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ മാവ് എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് വലുതായിട്ട് പരത്തേണ്ടതുകൊണ്ട് ഞാനിത് കൗണ്ടർ ടോപ്പിലിട്ടാണ് പരത്തിയെടുക്കുന്നത്. കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടകിയിട്ട് കൈ കൊണ്ട് തന്നെ ആദ്യം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ എടുക്കാം. ഞാനിത് കുഴച്ച് വെച്ചിട്ടുള്ള ആട്ട മുഴുവനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നല്ല രീതിയിലൊന്ന് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പരത്തി കൊടുത്ത ശേഷം നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. അതേ തിക്നെസ്സിൽ വലുതായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഒരുപാടങ്ങ് കനം കുറഞ്ഞു പോകരുത് കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. നമ്മൾ പൊടിയൊന്നും തൂക്കേണ്ട ആവശ്യമില്ല. ഇതേ രീതിയിലൊന്ന് പരത്തി കൊടുത്താൽ മതി. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. എല്ലാം ഒരേ രീതിയിൽ തന്നെ പരത്തിയെടുക്കണം കേട്ടോ. ഒരു സൈഡിൽ കനക്കൂടുതലും കനക്കുറവുമായിട്ടും ഒന്നും വരരുത്. എല്ലാം ഒരേപോലെ തന്നെ ഇതേ രീതിയിൽ 4 സൈഡ് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കണം. വലുതായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഒരുപാട് പരത്തിയ ശേഷം നമുക്ക് തിരിച്ചിടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് പരന്ന് വരുന്ന കഴിയുമ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് പരത്താൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ക്വയർ ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ 4 സൈഡിൽ നിന്നും കുറേശ്ശെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇതേ രീതിയിൽ ഈ ഷീറ്റിൽ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ തേച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ എന്തെങ്കിലും കഷ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഇതിനകത്തിലേക്ക് തേച്ച് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കട്ടകളൊന്നും കാണരുതെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ നമുക്ക് ഒട്ടും കട്ടകളൊന്നും ഇല്ല നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാം നല്ല രീതിയിലൊന്ന് ഷീറ്റിലോട്ട് നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ട്. എൻഡിലോട്ട് പോയിട്ടില്ല കേട്ടോ, 4 സൈഡിലോട്ടും എൻഡിലോട്ടൊന്നും പോയിട്ടില്ല. കുറച്ച് ഭാഗം വിട്ടിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ചെയ്യേണ്ടത് ഈ ഷീറ്റിൻ്റെ ഒരു സൈഡിൽ നിന്നും ഇതേപോലെ ഒന്ന് പതുക്കെ ഒന്ന് എടുത്തിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഈ പരത്തിയെടുക്കുന്നത് ഒരുപാട് അങ്ങ് കനം കുറഞ്ഞു പോകരുത് കേട്ടോ. എന്നാൽ ഒരുപാട് കനം കുറഞ്ഞും പോകരുത്, ഒരുപാട് കനം കൂടി പോവുകയും ചെയ്യരുത്. അപ്പോൾ ദാണ്ടെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ദാണ്ട് ഇതേപോലെ കയ്യിലെടുത്തിട്ട് പതുക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ ഇതുപോലെ. ഇനി ഇതിൻ്റെ 2 സൈഡിൽ നിന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 സൈഡിൽ നിന്നും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇതാ കണ്ടില്ലേ, ഇത്രയും കനം മതി. ഈ ഒരു രീതിയിലെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഇതാ കണ്ടില്ലേ, ഈ രീതിയിലൊന്ന് പരത്തി കൊടുക്കണം. ഇനി ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ കൈ കൊണ്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ കയ്യിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഈ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ ആ എൻഡ് ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ മറക്കരുത്. ഒരുപാടങ്ങ് പ്രസ് ചെയ്യരുത് കേട്ടോ. ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് കയ്യിൽ തടകിയിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഗോതമ്പ് പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ സ്നാക്സിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്നും കട്ട പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ അടുപ്പത്ത് ചൂടാക്കിയിട്ടുണ്ട്. ഇതിന് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, കുറച്ചെണ്ണ മാത്രം മതി കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ പരത്തി വെച്ചേക്കുന്നത് ഓരോന്ന് താണ്ട് ഇതുപോലെ ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കി മാവ് ഇതേപോലെ ഒന്ന് കളയണം കേട്ടോ. സ്പൂണിൽ നിൽക്കുന്ന മാവ് ഇതേപോലെ ഒന്ന് കളഞ്ഞ ശേഷം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ സ്പൂൺ കൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ എളുപ്പം നമുക്ക് ഫോർക്ക് വെച്ച് ഇതേ രീതിയിലൊന്ന് ഓരോന്ന് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ. വളരെ ഹെൽത്തിയുമാണ്. നമ്മളിതിനകത്ത് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയിലും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതാണ്ട് ഒരു വശം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ ദാണ്ട് 2 സൈഡും നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അതല്ലെങ്കിൽ ചട്നിയോ സോസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.